എല്ലാ കമന്റ്സിനും നമ്മൾ റീപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മളെ എക്സൈറ്റഡ് ആക്കിയ ഒരു കമന്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേബർ റൂമിൽ എങ്ങനെയാണ് ഡെലിവറിക്ക് കിടത്തുന്നത്? നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എങ്ങനെ ആയിരുന്നു PV ചെയ്തിരുന്നത്? കാൽ കെട്ടിയിടുമോ? പിന്നെ എങ്ങനെയാണ് ഡെലിവറിക്ക് കിടത്തല്? എങ്ങനത്തെ ബെഡാണ്? കീറി കഴിഞ്ഞു. ഞാൻ അപ്പോത്തിന് കരഞ്ഞു ഒച്ച ഉണ്ടാക്കിയപ്പോഴാണ് ഇവര് ധരിച്ചിട്ടില്ല എന്നറിയുന്നത്. അപ്പൊ പിന്നെ എന്റെ വയറിന്റെ അവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് കീറി കഴിഞ്ഞ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ നുള്ളിയൊക്കെ നോക്കും. എന്തായാലും സിസേറിയൻ വേണ്ടി വരും, ഹൈറ്റ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആദ്യം തന്നെ സിസേറിയൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ പ്രസവത്തിന്റെ, അതായത് സിസേറിയൻ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കേട്ടോ. എല്ലാ കമന്റ്സിനും നമ്മൾ റീപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മളെ എക്സൈറ്റഡ് ആക്കിയ ഒരു കമന്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ജസ്റ്റ് പറയാന്ന് വിചാരിച്ചിട്ടാ വന്ന്. കൂട്ടത്തിൽ നമുക്ക് എല്ലാ കമന്റ്സും കൂടി ഒന്ന് വായിക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വന്ന കമന്റ് ഒന്ന് വായിക്കാട്ടോ. എനിക്ക് 2 ബേബിയാണുള്ളത്. രണ്ടാമത്തെ ഡെലിവറി എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഡെലിവറി എനിക്ക് വല്ലാത്ത പെയിൻ വന്നു. അത് എനിക്ക് അങ്ങനെ ഈ ഒരു കമന്റ്സ് വല്ലാതെ മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഡെലിവറി എനിക്ക് ചെയ്യുമ്പോൾ വല്ലാത്ത പെയിൻ വന്നു. ഒരു വേദന പോലെ അനുഭവപ്പെട്ടു. അവർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കുട്ടിയെ എടുക്കുന്നത് കൊണ്ടാണ് എന്നറിയില്ല, ഭയങ്കര പെയിൻ ആയിരുന്നു. ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് കൂകി. ഇതിൽ ഇങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ എന്നാ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്കും സെയിം ഇതുപോലത്തെ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടായിരുന്നത്. പെയിന് നമുക്ക് ഉണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അനസ്തേഷ്യ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ഗ്യാപ്പ് ഇടാതെയാണ് സിസേറിയൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ പെയിൻ എല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ എടുക്കുന്ന ടൈമിലൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മയങ്ങിയത് കേട്ടോ. അപ്പൊ സെയിം അതേ പെയിൻ തന്നെയാണ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മൾ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പ്ലീസ് ഒന്ന് ചോദിക്കട്ടെ, മോന്റെ സ്കാനിങ് റിപ്പോർട്ടിൽ പ്ലാസന്റെ പൊസിഷൻ ഏതായിരുന്നു? നമ്മളത് ആന്റീരിയർ പൊസിഷൻ ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എങ്ങനെ ആയാലും ഒരു 8 മന്ത് വരെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് 8ൽ എടുത്ത സ്കാനിങ്ങിലാണ് മോന്റെ ബ്ലഡ് സർക്കുലേഷന് കുറവുണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വന്നത്, എനിക്ക് 3 സിസേറിയൻ ആയിരുന്നു, ഇപ്പോൾ 90ആയി, കുഴപ്പമൊന്നുമില്ല. അതാണ് നമുക്ക് അടുത്ത ഒരു കമന്റ് വന്നത്. 3 സിസേറിയൻ ആയി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, 90ആയി പറഞ്ഞിട്ട്. നമ്മൾ കുറച്ചായിട്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പൊ വന്ന കമന്റ്സുകളാണ്. അടുത്തത്, എന്റെ മോനും ബ്ലഡ് സർക്കുലേഷന്റെ കുറവായിരുന്നു, ബട്ട് നോർമൽ ഡെലിവറി ആയിരുന്നു. വെയിറ്റ് 2300, 37 വീക്കില്. എനിക്കും ബ്ലഡ് സർക്കുലേഷന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ അങ്ങനത്തെ കുറവുകളൊന്നും ഉണ്ടായിരുന്നില്ല. വെയിറ്റ് വന്നിട്ട് 2100 ആയിരുന്നു. പിന്നെ നമ്മൾ 8 മന്ത് സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പൊ തന്നെ നമ്മൾ സ്കാനിങ് കഴിഞ്ഞപ്പോ തന്നെ ബ്ലഡ് സർക്കുലേഷന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് നോക്കിയപ്പോൾ 1900 ഉള്ളായിരുന്നു കേട്ടോ. ജസ്റ്റ് വെയിറ്റ് കൂടുന്നുള്ളൂ, കാരണം ഇനി ഒരു മന്തും കൂടി ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടാനാണ് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് 2 ദിവസമായിട്ട് ഇഞ്ചക്ഷൻ അടിച്ചു. ഹോർമോൺ ഇഞ്ചക്ഷൻ ആണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് രണ്ടും ഒരേ ടൈമിൽ അടിക്കേണ്ട ഇഞ്ചക്ഷൻ ആണ് പറഞ്ഞിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ അടിച്ചത് കഴിഞ്ഞിട്ട് എനിക്ക് കാലിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെസ്റ്റ് രണ്ടും നല്ല പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ഹോർമോൺ ഇഞ്ചക്ഷൻ ആണെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 15 ദിവസം കണ്ട ഒരു സ്കാനിങ് കൂടി പറഞ്ഞിരുന്നു കേട്ടോ. ആ സ്കാൻ ചെയ്തപ്പോഴാണ് കുട്ടി വെയിറ്റ് കൂടി 2100 ആയത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും വെയിറ്റ് കൂടാ, അല്ലാതെ ഇഞ്ചക്ഷൻ അതുപോലെ തന്നെ അതാണോന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്കും സെയിം അനുഭവമാണ് സെക്കൻഡ് സി സെക്ഷന്. കലമശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു, കൊറോണ ആയിരുന്നു. ഇതേ സെയിം അനുഭവം തന്നെയായിരുന്നു. സെയിം അനുഭവം എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല, അത്ര തന്നെ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിന്റെ പേരും പറയും, നമ്മൾ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. എത്ര വീക്കിലായിരുന്നു ഡെലിവറി? ബേബി എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ഡെലിവറി ടൈമിൽ എന്ന് ചോദിച്ചു. നമുക്ക് 8 മന്ത് സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. ബേബി 2100 ആയിരുന്നു കേട്ടോ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ആള് വന്നിട്ടും എനിക്ക് ഇതേ അനുഭവം തന്നെയാണ് പറയുന്നത് കേട്ടോ.
അങ്ങനെ അപ്പൊ എനിക്കിങ്ങനെ ഈ കമന്റ്സുകൾ വായിക്കുമ്പോ തന്നെ എനിക്ക് തോന്നും ഏറെക്കുറെ നമ്മൾ മാത്രമല്ല കുറെ ആൾക്കാർ ഇതേ അനുഭവത്തിലൂടെ കടന്നു പോയവരാണ് തോന്നും. പക്ഷെ നമ്മള് ആ ഒരു പെയിൻ അനുഭവിക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ കമന്റ്സുകൾ ഓരോന്നോരോന്നായിട്ട് വരുമ്പോ അവരും നമ്മളെ ചിലപ്പോ നമ്മളിലേറെ വലിയ സിറ്റുവേഷൻ അനുഭവിച്ചവരുണ്ട്. നമ്മൾ അതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയ ആൾക്കാരാണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, എന്നെ അനസ്തേഷ്യ തന്നപ്പോ കാലിൽ തട്ടി കുറെ വട്ടം. അതായത് അനസ്തേഷ്യ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, അനസ്തേഷ്യ തരുമ്പോൾ കാലിൽ തട്ടിയിട്ട് കുറെ വട്ടം വിളിക്കുന്നിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലേന്ന് അറിഞ്ഞിട്ട് സിസേറിയൻ ചെയ്യുള്ളൂന്ന്. പക്ഷെ എനിക്ക് സിസേറിയന് 3 വട്ടം അനസ്തേഷ്യ അടിച്ചിരുന്നു കേട്ടോ. ഒരു വട്ടം അടിച്ചപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മയങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇരുത്തിയിട്ടൊക്കെയാണ് അടിച്ചത് കേട്ടോ. അപ്പൊ അടിക്കലും കിടത്ത് കീറലും കഴിഞ്ഞാൽ കാലിൽ തട്ടി വിളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. കീറി കഴിഞ്ഞു ഞാൻ അപ്പോത്തിന് കരഞ്ഞു ഒച്ച ഉണ്ടാക്കിയപ്പോഴാണ് ഇവര് ധരിച്ചിട്ടില്ല എന്ന് അറിയുന്നത്. അപ്പൊ പിന്നെ എന്റെ വയറിന്റെ അവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് കീറി കഴിഞ്ഞ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ളിയൊക്കെ നോക്കി അപ്പോഴൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഇനിയിപ്പൊ കീറിയതുകൊണ്ട് പിന്നെ എന്തായാലും വെക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അത് എന്നെ അങ്ങനെ കാല് തട്ടി വിളിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മയങ്ങോ ഇല്ലേ, പെയിന് നമുക്ക് ഉണ്ടോന്നൊക്കെ അറിയാം, ഒന്ന് നുള്ളി നോക്കി അല്ലെങ്കിൽ നമുക്ക് കാലിൽ തട്ടൊക്കെ ചെയ്യണം. നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ കീറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കരയുന്നത് കേട്ടിട്ടാണ് അവര് നുള്ളണതൊക്കെ കേട്ടോ. ഇതേ അവസ്ഥ തന്നെ അടുത്ത കമന്റ് ആണ്. ഇതേ അവസ്ഥയായിരുന്നു എനിക്കും. ആദ്യത്തെ ഡെലിവറി സിസേറിയൻ തന്നെ ആയിരുന്നു. ബട്ട് തരിപ്പൊക്കെ മാറി വേദന തുടങ്ങിയത് സെക്കൻഡ് ഡെലിവറിക്കാണ്. 10 ഇയർ ഗ്യാപ്പ് വന്നു. ഇഞ്ചക്ഷൻ എടുത്ത് ചെറുതായി തരിപ്പ് വരാൻ തുടങ്ങിയപ്പോ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ എഴുന്നേൽക്കാനൊക്കെ നോക്കി കുറെ കരഞ്ഞു. പിന്നെ എപ്പോഴോ ബോധം പോയി. കുട്ടീനെ പോലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം കഴിഞ്ഞ് സിസ്റ്റർ വിളിച്ചപ്പോഴാണ് ബോധം വന്നത്. പിന്നെ വീണ്ടും വേദന തുടങ്ങി. ICUലാക്കുമ്പോഴൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. അവിടെ നിന്നാണ് കുട്ടീനെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു കമന്റ്. ഇതേ എന്റെ അവസ്ഥ തന്നെയാണ് കേട്ടോ ഇയാൾക്ക് വന്നിട്ടുള്ളത്. എനിക്കും തന്നെ അനസ്തേഷ്യ അടിച്ച് അതായത് നമ്മൾ മയങ്ങിയില്ലെന്ന് അറിയണതിന് മുമ്പ് തന്നെ നമ്മളെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ നമ്മള് നല്ല കരച്ചിലൊക്കെ കരഞ്ഞു. പക്ഷെ നമുക്ക് എഴുന്നേറ്റ് ഓടാനൊക്കെ തോന്നും. പക്ഷെ കാല് എന്റെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എഴുന്നേൽക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുട്ടീനെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഞാനൊന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒക്കെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കാണും. പിന്നെ എന്നോട് ബേബി ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. കുട്ടീനെ ഞാനും കണ്ടിട്ടില്ല. ICUലോട്ട് മാറ്റുമ്പോഴാണ് ഞാനും കുട്ടീനെ കാണുന്നത്. ICUയിൽ കിടക്കുമ്പോഴും നല്ല പെയിന് കൂടെ കൊടുത്തതിനാണ് നമ്മൾ കിടക്കുന്നത്. നല്ല കരച്ചില്ല. നമുക്കറിയാലോ, ഞാൻ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ചാപ്റ്ററാണ്. ICU കിടന്ന് ആ ഒരു പെയിൻ അനുഭവിച്ചവർക്ക് അതിന്റെ ഒരു വേദന അറിയുള്ളൂ. അടുത്ത കമന്റ് വന്നിട്ട്, ഇനി ഈ കമന്റിനുള്ള റീപ്ലൈ ആയിട്ടാട്ടോ ഒരു കമന്റ് വന്നിട്ടുള്ളത്. എനിക്ക് 3 സിസേറിയൻ കഴിഞ്ഞു. ആദ്യത്തെ മാത്രം വയറ് നിറച്ച് ഫുഡ് കഴിച്ചില്ല. പിന്നെ 2നും വയറ് നിറച്ച് ഫുഡ് കഴിച്ച ഉടനെ തന്നെ സിസേറിയൻ ചെയ്യേണ്ടി വന്നു. മാഷാ അല്ലാഹ്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ. ശരിയാണ്, നമ്മുടെ എല്ലാവരും ബോഡി ഒരേപോലെയല്ലല്ലോ റിയാക്ട് ചെയ്യുന്നത്. അടുത്തത്, ഐ ക്യാൻ ഫീൽ യുവർ പെയിൻ ഫ്രം യുവർ വേർഡ്സ്, സോറി ഫോർ ദ ഡിയർ. കുഴപ്പമില്ല, ഓക്കെ, താങ്ക് യു. അടുത്ത കമന്റ് വന്നിട്ട്, ഏത് ഹോസ്പിറ്റലാണിത്? എനിക്ക് എമർജൻസി സിസേറിയൻ ആയിരുന്നു. ഇപ്പോ സെക്കൻഡ് ഹാഫ് മന്ത് ആയി. നമുക്ക് ബോധം ഉണ്ടാവും, ബട്ട് പെയിൻ ഒന്നും അറിയില്ല. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആലുവയിലായിരുന്നു. മൈ ഡെലിവറി വാസ് സോ സേഫ് ആൻഡ് ഡോക്ടർ ബിഹേവ് വാസ് സോ ഗുഡ്. ബട്ട് കുറച്ച് ഹവേഴ്സിന് ശേഷമാണ് വേദന ഉണ്ടാകുന്നത്. ഇപ്പോഴും പഴയ പോലെ ആയിട്ടില്ല. മിനിമം 90 ഡേ ആണ് സി സെക്ഷൻ കഴിഞ്ഞ പെയിൻ കുറയുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് മേജർ സർജറി. നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷൻ ആയി പോകരുത്. ബട്ട് ചില ആൾക്കാരുടെ വിചാരം ഇതൊക്കെ എന്താ എന്നാണ്. ബ്ലഡി ഫൂൾസ്. ഇത് വന്നിട്ട് പറയുന്നത് എന്താ, അപ്പൊ നമുക്ക് ബോധം ഉണ്ടാവും, ബട്ട് പെയിൻ ഒന്നും അറിയില്ല എന്നാണ്. പക്ഷെ എനിക്ക് ബോധം ഉണ്ടായിരുന്നു, പെയിൻ നല്ലോണം അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴും അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നവരുണ്ടാവും ആ ഹോസ്പിറ്റലിൽ. അപ്പൊ നമ്മൾ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ നമുക്കറിയാലോ, നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വരും, BP കൂടും, BP കുറയും, ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ പേര് ലേബിൾ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പോ എനിക്ക് എന്റെ ബോഡിയിൽ അത് റിയാക്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, മേ ബി, അറിയില്ല.
അപ്പൊ ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറയും പോലെ തന്നെ 90 കഴിയോളം അതിന്റെ പെയിൻ നല്ല പോലെ ഉണ്ടാവും, സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് വീടിന് നല്ല പോലെ വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണ്ടെന്നൊക്കെ ചിലവർ പറയും, അത് തെറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല തലവേദന ഉണ്ടാവും. എനിക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നല്ല പോലെ വെള്ളം കുടിച്ചിട്ട് പിന്നെ നമ്മൾ തലയണി വെക്കാൻ പാടില്ല, മാക്സിമം നമ്മൾ തലയണി ഒഴിവാക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കഴുത്ത് വേദന ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് നല്ല ഈ ഒരു കഴുത്തിന്റെ ഇവിടെ ആയിട്ട് പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. കുഞ്ഞിനെ നോക്കണത് വരെ ഇത് ഇഷ്യായിരുന്നു, കാരണം തലവേദന മാറാത്തതുകൊണ്ട്. പക്ഷെ എനിക്ക് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ റിലാക്സ് ചെയ്തപ്പോ എൻ്റെത് അങ്ങനെ മാറിയിട്ട് ഒരു 3 days ആയപ്പോത്തിന് എന്റെ തലവേദനയൊക്കെ മാറി. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 5 days ഡിസ്ചാർജ് ആകുമ്പോഴും എനിക്ക് നല്ല തലവേദന പെയിനും ആയിരുന്നു. പിന്നെ വീട്ടിലെത്തി ഒരു 3 ദിവസം ആയപ്പോത്തിന് നല്ല പോലെ വെള്ളം കുടിച്ചിട്ട് ശരിയായി. നമ്മൾ അനസ്തേഷ്യന്റെ ആ ഒരു ഇഞ്ചക്ഷന്റെ ആ ഒരു റിയാക്ഷൻ പോകണമെങ്കിൽ നമ്മൾ നല്ല പോലെ വെള്ളം കുടിക്കണം, അത് ശരിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരെ വിചാരം സിസേറിയൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അത് നമ്മളെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാട്ടോ. എല്ലാരും പൊതുവെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, സിസേറിയൻ ആണ്, വേദന ഒന്നും അറിയാത്ത പ്രസവിച്ചതല്ല, അതുകൊണ്ട് എന്താ ഇപ്പൊ പ്രസവാണെങ്കിലല്ലേ വേദന ഉണ്ടാവുള്ളൂ. അതായത് പ്രസവിച്ചവർക്ക് അതിന്റെ വേദന ഉണ്ടാവുള്ളൂ. സിസേറിയൻ പറയുന്നത് പ്രസവത്തിനെക്കാട്ടിലും കഷ്ടമാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാനൊരു പ്രസവം അതുപോലെ തന്നെ സിസേറിയൻ അനുഭവിച്ച ആളാണ്. പ്രസവം എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ പെയിൻ ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് സിസേറിയൻ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. പിന്നെ ഈ സിസേറിയൻ ചെയ്ത് കടന്നിടത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയാം, ആ സിസേറിയൻ ആണ്, വേദന അനുഭവിക്കാതെ കിട്ടിയതല്ലേ, കുഴപ്പമൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ശരിക്കും അവരൊക്കെ ഒന്ന് സിസേറിയൻ ചെയ്ത് നോക്കണ്ട, അതിന്റെ പെയിൻ എന്താന്ന് അറിയണമെങ്കിൽ അനുഭവിച്ചവർക്ക് നമുക്ക് ഇതിന്റെ പെയിൻ അറിയുള്ളൂ. ഈ പറയുന്നവർക്ക് എന്തും പറയാം. അത് ഞാൻ വീഡിയോസിലൊന്ന് പറയണം വിചാരിച്ചിരുന്നു, പക്ഷെ ഞാൻ മറന്നു പോയതാട്ടോ. ഈ സിസേറിയൻ പറയുന്നത് എല്ലാവരും ഒരു പുച്ഛിച്ചില്ല തള്ളല, പക്ഷെ അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ഒരു വേദന അറിയുള്ളൂ. ഞാൻ രണ്ടും അനുഭവിച്ചവർ എന്ന രീതിക്ക് പറയണേ, എനിക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് സിസേറിയൻ ആയിരുന്നു കേട്ടോ. എന്നാലേ എനിക്ക് പ്രസവം എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ വേദന ആയിട്ട്, കാരണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേദന അത് ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ആ ഒരു ടൈം കഴിഞ്ഞു. പിന്നെ ആ ഒരു ചെറിയ സ്റ്റിച്ചിന്റെ വേദന ഒരു 5-6 ദിവസം ഉണ്ടാവും. പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്ക് 90 കഴിഞ്ഞിട്ടും നമുക്ക് ശരിക്കും അങ്ങോട്ട് ശരിയാവൂല. അങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ചിന്റെ വേദന, നമുക്കറിയാലോ. അപ്പൊ ഈ ഒരു പറയുന്നവർ ഇതൊന്നും മനസ്സിലാക്കണം കേട്ടോ, അനുഭവിച്ചവർക്കേ അത് അറിയുള്ളൂ. ശരിക്കും നമ്മൾ പല മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും സിസേറിയൻ കഴിഞ്ഞവര് ICUയിൽ നമ്മൾ ഒരു 6 മണിക്കൂർ കിടക്കുന്നതിന്റെ വേദന നമുക്കേ അറിയുള്ളൂ. അടുത്തത് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഹോസ്പിറ്റൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ ലേബിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അടുത്തത് ഒന്നും അറിയില്ല, കുറച്ചൊക്കെ അറിയാൻ വേണ്ട പോലെ. അത് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുള്ള ഒരു രീതിയിലായണമെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ ഇതാണ് അടുത്ത കമന്റ് വന്നിട്ടാണ് നമ്മളെ എക്സൈറ്റഡ് ആക്കിയ ഒരു കമന്റ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മൾ ആദ്യം റീപ്ലൈ കൊടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ, നമ്മൾ ഒന്ന് റീപ്ലൈ കൊടുത്തു. ഇത് നമുക്ക് അയച്ചപ്പോ തന്നെ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് മദർ ആകാൻ പോകുന്ന ആളാണ് നമുക്ക് ഇത് അയച്ചിട്ടുള്ളത്. കാരണം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് കാണിച്ചു തരാം. ചേച്ചി ഒരു സംശയം ചോദിക്കട്ടെ. ലേബർ റൂമിൽ എങ്ങനെയാണ് ഡെലിവറിക്ക് കിടത്തുന്നത്? നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എങ്ങനെ ആയിരുന്നു PV ചെയ്തിരുന്നത്? കാൽ കെട്ടിയിടുമോ? ഇവിടെ ഡ്രസ്സൊക്കെ എങ്ങനത്തെയാണ് ഇടുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം കണ്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നി ഫസ്റ്റ് മദർ ആകാൻ പോകുന്ന ഒരാളുടെ ക്വസ്റ്റ്യൻ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഏത് ഹോസ്പിറ്റലിലും കാലൊന്നും കെട്ടിയിട്ടിട്ട് PV ചെയ്യൂല. ഇൻ കേസ് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും ചെയ്യൂല, ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിലും ചെയ്യൂല. അതായത് കാലൊന്നും നമ്മളെ കെട്ടിയിട്ടിട്ട് ചെയ്യില്ല, ജസ്റ്റ് നമ്മളോട് കയറി കിടക്കാൻ പറയും. ചിലപ്പോൾ ചിലയിടത്ത് ചില ചീത്തയൊക്കെ കിട്ടും കേട്ടോ, ശരിക്കും കിടന്നിട്ടില്ലെങ്കിലൊക്കെ. പക്ഷെ കാലൊന്നും കെട്ടിയിടൂല. പിന്നെ എങ്ങനെയാണ് ഡെലിവറിക്ക് കിടത്തില്ല, എങ്ങനത്തെ ബെഡാണ് അത് ഓരോ ഹോസ്പിറ്റലിൽ ലേബിൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ കുറച്ചും കൂടി നല്ല ഹോസ്പിറ്റലിലാണെങ്കിൽ നല്ല ബെഡായിരിക്കും, കുറച്ച് താന്നിട്ടുള്ള ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനത്തെ ബെഡായിരിക്കും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനത്തെ. ഞാൻ പോയ ഹോസ്പിറ്റലിലാണ് ഒരു സ്റ്റീലിന്റെ ബെഡ്, സാധാരണ നോർമൽ അങ്ങനെ തന്നെ കിടത്തുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ കിടന്നിരുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ എങ്ങനെയാ ഇടുന്നൊക്കെ ചോദിച്ചോ. ഡ്രസ്സ് എന്ന് പറഞ്ഞാല് നോർമൽ ഡെലിവറിക്ക് ആണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ നൈറ്റി ഒക്കെ ഇട്ടിട്ടാണ് കയറാറുള്ളത്, ഡ്രസ്സൊന്നുമില്ല. പിന്നെ സിസേറിയൻ ആണെങ്കിൽ നമുക്കുള്ള ഡ്രസ്സ് അവർ തരും, ക്യാപ്പും ഡ്രസ്സും മാസ്ക് ഒക്കെ അവർ തരും. പിന്നെ സിസേറിയൻ ആണെങ്കിൽ ആണ് ഡ്രസ്സ് തരിക കേട്ടോ. പിന്നെ നോർമൽ ആണെങ്കിൽ നമ്മൾ ഫുൾ ബട്ടനുള്ള മാക്സി, അതാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്റെ മോൾക്ക് ആയപ്പോ കേട്ടോ.
ഫസ്റ്റത്തെ ഡെലിവറി എനിക്ക് നോർമൽ ആയിരുന്നു. അപ്പൊ നമ്മൾ ഫുൾ ബട്ടണിലുള്ള മാക്സിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സെക്കൻഡിലാണ് നമുക്ക് സിസേറിയൻ ആയത്. അപ്പൊ സിസേറിയന് നമുക്ക് യൂണിഫോം അവർ തരും. അതിൽ നമുക്ക് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെന്നെ നമുക്ക് ഇടീച്ചൊക്കെ തരും കേട്ടോ. പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാവർക്കും 9 മാസം കൊണ്ടടക്കാൻ കുഴപ്പമുണ്ടാവില്ല. പ്രസവത്തിനും അത്ര വലിയ പേടി ഉണ്ടാവില്ല. പക്ഷെ PV ചെയ്യാന്ന് പറയുന്നത് എല്ലാവർക്കും പേടി തന്നെയായിരിക്കും. എനിക്കായാലും എല്ലാവർക്കും. ഇനിയിപ്പോ 9ാം മാസത്തിലൊക്കെ PV ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചെയ്യാൻ പോകുന്നതിന്റെ തലേന്ന് തന്നെ നമുക്ക് ടെൻഷൻ. അയ്യോ PV ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും. അറിയാത്തവർക്ക് അങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കും എന്താ, പക്ഷെ അറിഞ്ഞവർക്ക് പിന്നെയും പേടിയായിരിക്കും. ഈ അറിഞ്ഞവർക്ക് കേൾക്കാൻ ഒന്നും കൂടി പേടി, അറിയാത്തവർക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഈ കാലൊക്കെ കെട്ടിയിടൊന്നുമില്ല കേട്ടോ. ഏത് ഹോസ്പിറ്റലിലായാലും, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിലും കെട്ടൂല, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും കെട്ടൂല. അങ്ങനെ കെട്ടിയിട്ടിട്ടൊന്നും PV ചെയ്യൂല കേട്ടോ. നോർമൽ നമ്മളോട് കിടക്കാൻ പറയും. പിന്നെ ജസ്റ്റ് അനങ്ങി കിടന്നിട്ടില്ലെങ്കിൽ ചിലവരൊക്കെ ചീത്ത അറിയും കേട്ടോ. എനിക്ക് അങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇതാണ് നമ്മളെ വീഡിയോസിന് വന്ന കുറച്ച് കമന്റ് കേട്ടോ. കുറച്ച് കമന്റേ വന്നിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് റീപ്ലൈ ആയിട്ട് പറയാനും, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കമന്റ്സ് നമുക്കൊരു എക്സൈറ്റഡ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം എന്തോ പേടി പോലെ ചോദിക്കുന്ന ഫസ്റ്റ് മദറും കൂടി ആവുമ്പോൾ എന്താ എങ്ങനെയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാനൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും സെയിം പോലെ അല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ചിലവർക്ക് കുഴപ്പമുണ്ട്. അപ്പൊ എല്ലാവരുടെ ബോഡി ലാംഗ്വേജ് ഒരേപോലെ അല്ലല്ലോ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ടിരിക്കുക, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പിന്നെയും ഇപ്പൊ രണ്ടാമത്തെ ഡെലിവറിക്കൊക്കെ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ആദ്യത്തെ ഡെലിവറി എവിടെയാണോ കാണിച്ചത് അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഡെലിവറി ആ ഡോക്ടറെ തന്നെ കാണിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെ ഫസ്റ്റത്തെ ഹിസ്റ്ററി അറിയുന്നവർക്ക് തന്നെയാണ്, നമ്മളെ കുറിച്ച് അറിയുന്നവർക്കേ നമ്മൾ സെക്കൻഡിൽ പോയിട്ട് കാര്യമുള്ളൂ. കാരണം എനിക്ക് ഫസ്റ്റത്തത് ഞാൻ പൊതുവെ ഹൈറ്റ് ഇല്ലാത്ത ആളാണ്. അപ്പൊ ആദ്യം തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു എന്തായാലും സിസേറിയൻ വേണ്ടിയിരുന്നു. ഫസ്റ്റത്തെ ഡെലിവറിക്ക് കേട്ടോ, എന്തായാലും സിസേറിയൻ വേണ്ടിവരും, ഹൈറ്റ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആദ്യം തന്നെ ആ സിസേറിയൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഡോക്ടർ നമ്മൾക്ക് മാത്രമല്ല, ഡോക്ടർ കയ്യിലും ഉണ്ട് ഒരു പവർ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്റെ കൂടെ നിന്നാ മതി, നമുക്ക് സിസേറിയനൊക്കെ സൂപ്പർ ആയിട്ട് തോൽപ്പിച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഡെലിവറി ആക്കാന്നാണ്. അങ്ങനെ എന്താ 8 മന്ത്സൊക്കെ ആയിട്ട് നമ്മൾ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ എന്നെ കൊണ്ട് ഓരോ അതായത് എക്സസൈസ് ചെയ്യിക്കും കേട്ടോ. പിന്നെ ഡെയിലി അത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറയും. അങ്ങനെ ഡോക്ടർ കഴിവ് കൊണ്ടാണ് അന്ന് ഞാൻ ഡെലിവറി, അതും പെട്ടെന്ന് പറഞ്ഞാല് നമുക്ക് വേദന ഇളകിയിട്ട് വീട്ടിൽ നിന്ന് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡെലിവറി പെയിൻ ശരിക്കും എന്താന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി എല്ലാവർക്കും ഒരേപോലെയാണെന്ന് അറിയില്ല. നമുക്ക് വീട്ടിൽ നിന്നാണ് വേദന വരുന്നത്. വീട്ടിൽ നിന്ന് വേദന വന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് അവിടെ കിടന്നു ഹോസ്പിറ്റലിൽ. പിന്നെ ഡെലിവറിക്ക് കയറി ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേന് പ്രസവം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പ്രസവം എന്താന്ന് ഞാൻ ശരിക്കും അറിഞ്ഞിട്ട് എല്ലാവരും വളരെ അത്ഭുതപ്പെട്ടു. കാരണം എല്ലാരും വിചാരിച്ചിരുന്നത് സിസേറിയൻ തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷെ ഡോക്ടർ കയ്യിലും ഉണ്ട് കേട്ടോ കുറെ മിടുക്കുന്ന. നമ്മൾ പറയും പോലെ നമ്മള് അപ്പൊ എനിക്ക് പറയുള്ളത് സെക്കൻഡ് ഡെലിവറിക്കും നമ്മൾ ഫസ്റ്റ് ആരെയാണോ കൺസൾട്ട് ചെയ്തത് അവരെ തന്നെ ഒന്നും കൂടി കാണിക്കായിരിക്കും ഒന്നും കൂടി ബെറ്റർ. കാരണം നമ്മളെ ഫസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് നമ്മൾ സെക്കൻഡത്തെ കാര്യങ്ങൾ ഒന്നും കൂടെ അറിയുള്ളൂ. അപ്പൊ ഞാനൊരു സെക്കൻഡത്തെ ഡെലിവറി ഞാനൊരു 5 മാസം ഈ ഫസ്റ്റ് കാണിച്ച ഡോക്ടറെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴൊന്നും യാതൊരു കുഴപ്പം എനിക്ക് ഉണ്ടായിരുന്നില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. അതായത് 5ാം മാസം അനോമലി സ്കാനിങ് വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ 8ാം മാസത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിലോട്ട് പോയി. ആ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത് 8ാം മാസത്തിലാണ് നമുക്ക് ഇങ്ങനെ കുഴപ്പമെന്ന് പറയുന്നത്. അപ്പൊ അത് എനിക്ക് അറിയില്ല, എനിക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടായതാണോ എന്നൊന്നും അറിയില്ല. നമുക്കൊരു ഡോക്ടറെ കാണിച്ചിട്ടില്ലല്ലോ, നമ്മൾ ശരിക്കും സ്കാനിങ് റിപ്പോർട്ടൊക്കെ കൊണ്ടുപോയ ഒരാളെ കാണിക്കണ്ടേ. നല്ല എല്ലാവരോടും നമ്മൾ എവിടെയും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫസ്റ്റ് ആരെ കാണിച്ചോ സെക്കൻഡ് നമ്മൾ അവരെ തന്നെ കാണിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെ ഫസ്റ്റത്തെ നമ്മളെ നോക്കുന്നവർക്ക് നമ്മളെ കാര്യങ്ങൾ ശരിയായിട്ട് നമ്മളെ ഫയലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ. അപ്പൊ അവർക്ക് നമ്മളെ കാര്യങ്ങൾ ഒന്നും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളൂ. അപ്പൊ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ, ജസ്റ്റ് ആ കമന്റ്സിനുള്ള ഒരു റീപ്ലൈ കൊടുക്കാന്നും അതുപോലെ തന്നെ ആ ഒരു നമുക്ക് വന്നിട്ടുള്ള ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള കമന്റിന് ഒന്ന് റീപ്ലൈ ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.